ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ മെഗസിൻ്റെ ഒരു വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം. ഞാൻ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഓൺ വോയിസിൽ എടുക്കുന്നത്. ഇടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാട്ടോ, കാരണം ഞാൻ ഓൺ വോയിസ് ആണ്. പിന്നെ റോഡ് സൈഡാണ് നമ്മുടെ വീട്. ബസ് പോയ ശബ്ദം. നമ്മുടെ ഈ റൂട്ട് കൂടെ ആകെ 1, 2, 3 പേരിലുള്ള ബസ്സുകൾ, 3 ബസ്സുള്ളൂ. ആ 3 ബസ് തന്നെ പല തവണയായിട്ട് ടൗണിലോട്ടും പിന്നെ അതുപോലെ ടൗണിലോട്ടും എരുമപ്പെട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ട്രിപ്പുകൾ അടിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ശബ്ദം, പിന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ നന്നായി പോകും. അപ്പം ഞാൻ 2020 സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ചാനലാണത്. പല പല കാരണങ്ങൾ കൊണ്ട് ഞാനത് ഇടയിലിടയിൽ സ്റ്റോപ്പ് ചെയ്യും. ഒന്നെങ്കിൽ കോവിഡ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്തിട്ട് ജോലി കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ജോലി കിട്ടുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് പോയോണ്ടിരിക്കുകയായിരുന്നു. ഒരു 23-24 ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഇനി അടുത്ത് വരെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാണ്ട് ഫുൾ ബ്ലാങ്ക് ആയിട്ട് എൻ്റെ ചാനൽ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു റെസ്റ്റിംഗ് ടൈമാണ്. കാരണം എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. പതുക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് റോട്ടിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കാലൊന്ന് വളർന്നു. ഗുരുവായൂർ പോയതാണ്, അത്തത്തിൻ്റെ അന്ന്. ഗുരുവായൂർ ആ കാലും വെച്ചിട്ട് ഞാൻ ഗുരുവായൂർ പോയി, അമ്പലത്തിൽ പോയി തൊഴുതു, ഭക്ഷണമൊക്കെ കഴിച്ചു. വരുന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി തൃശ്ശൂർക്ക് പോയി, അത്തപ്പൂക്കളം കണ്ടു, വീട്ടിലോട്ട് വന്നു, വണ്ടിയിൽ നിന്ന് കുറച്ചൊക്കെ ഓടി. എന്നിട്ട് ഈ വേദന തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടണം, ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നു, എന്തൊക്കെയോ പറഞ്ഞു. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കാലിപ്പം. അപ്പോൾ ഞാൻ കരുതി കുറച്ച് വീഡിയോ ഒക്കെ ഇടാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സിനന്നു, ഇന്ന് ഇപ്പോഴും. പിന്നെ കുറേ പേരൊക്കെ അൺഫോളോ ചെയ്തിട്ട് പോയി. എന്നാലും ഇപ്പോൾ കുറച്ച് പേരുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ചില വീഡിയോസൊക്കെ കുറച്ച് ക്ലിക്കായിട്ട് കുറച്ചധികം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലർ ഒരു 1, 2, 3 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ വീഡിയോസൊക്കെ നല്ലതാണ്, ചേച്ചി വീഡിയോസ് ഇടണം അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും ഇതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ നല്ല മടിച്ചാണ്. എനിക്ക് ഇത്രയും വീഡിയോസൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലെന്നല്ല, വീഡിയോ അത് നമുക്ക് ചില നേരത്തെ ഒരു ഇഷ്ടം തോന്നി, ഇപ്പോൾ തോന്നിയ പോലെ അങ്ങനെ ഇട്ടതാണ്. ഞാൻ ഇപ്പം കരുതി വീണ്ടും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ജോലിയിൽ നിന്നൊക്കെ ഇപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഫുൾ വീട്ടിലിരിപ്പാണ്. അപ്പോൾ നമ്മുടെ ചാനൽ അന്നും നമ്മൾ എല്ലാത്തരം വീഡിയോസും ഹോം ബ്ലോഗ്സും ഉണ്ടാവും. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പോകാനാൽ തന്നെ വീട്ടിൽ ചോറ് വയ്ക്കണത്, അടിക്കണത്, തുടയ്ക്കണത്, പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് പുറത്ത് പോകും, അമ്പലത്തിൽ പോകും, പിന്നെ കുട്ടി അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ സ്കൂൾ, ഇതൊക്കെ ആയിരിക്കും എൻ്റെ ചാനലിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് ഇങ്ങനെ വീഡിയോസ് കാണാം, നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ.